ഭക്ഷണത്തിൻ്റെ രുചിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവർ തന്നെയാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ കുറച്ച് പേര് വീക്കാണ്. പ്രധാനമായും ഭക്ഷണത്തിൻ്റെ രുചിയുടെ കാര്യത്തിൽ 4 ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഘടകം ഉപ്പ് രസമാണ്, രണ്ടാമത്തേത് മധുരമാണ്, മൂന്നാമത്തേത് പുളിയാണ്, നാലാമത്തേത് പിന്നെ പറയാം. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ മധുരത്തിൻ്റെ കണ്ടൻറ്റ് എന്തായാലും കയറും. കാരണം ഉള്ളിയിലുണ്ട്, റൈസിലുമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉപ്പ്, അത് നമ്മളെന്തായാലും ബിരിയാണിയിൽ ഇടുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനാണ് പുളി. പുളി നമ്മൾ ചില പേര് ലെമൺ ഇടും, ചില ആൾ തൈരിടും, ഇല്ലെങ്കിൽ തക്കാളിൻ്റെ പുളി ഉണ്ടാവും. പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് പിസ്സൻ്റെ മാവിൽ എന്തായാലും മധുരത്തിൻ്റെ രസമുണ്ട്, ഉപ്പ് രസമുണ്ട്. നമുക്കത് പുളിയിൽ ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഒക്കെ കഴിക്കുമ്പോൾ അതിൽ പുളീൻ്റെ രസം വരുന്നുണ്ട്. അങ്ങനെയാണ് ഏതൊരു സാധനം നമുക്ക് രുചിയായി രുചി കിട്ടും. പുളി മെയിൻ കണ്ടൻ്റാണ് കേട്ടോ. ഏത് സാധനത്തിലും നമ്മൾ പുളീൻ്റെ കണ്ടൻറ്റ് നമുക്ക് കയറിയേ പറ്റൂ. എന്നാലും മാത്രമേ നമ്മളെ നാവിന് രുചി കിട്ടാൻ സാധ്യതയുള്ളൂ. അതിപ്പം കോണ്ടിനെൻ്റൽ ഫുഡായാലും ഇന്ത്യൻ ഫുഡായാലും ഏഷ്യൻ ഫുഡായാലും ചൈനീസ് ഫുഡായാലും ലോകത്തുള്ള എല്ലാ രാജ്യക്കാരുടെ ഫുഡായാലും അതിൽ പുളിയുടെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വരണം. ഇപ്പം അറബിക് ഫുഡിൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് പുളി തന്നെയാണ്. ഇപ്പോൾ അവർ എന്തുണ്ടാക്കിയാലും ഇപ്പോൾ ഷവർമ ആയാലും എന്തുണ്ടാക്കിയാലും അതിലേക്ക് അവർ പുളീൻ്റെ കണ്ടൻറ്റ് കൂട്ടും. മണക്കുന്ന ഭക്ഷണം ഒരിക്കലും രുചി കൂട്ടാൻ സാധ്യതയില്ല. കാരണം മണം നമുക്ക് രുചി കൂട്ടുന്ന സാധനമല്ല. ചില സാധനം നമുക്ക് കാണാം, ബിരിയാണിയൊക്കെ ഭയങ്കര മണമായിരിക്കും, പക്ഷേ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം മണം എന്ന് പറയുന്നത് രുചീൻ്റെ ഒരു ഭാഗമല്ല. ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പം നമ്മൾ ഏത് ഭക്ഷണവും നല്ല രുചിയോടെ നമുക്ക് ഉണ്ടാക്കാനും കഴിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് കാണാം.